ദിശ ആർമി ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയലിലേക്കായാലും അതുപോലെ തന്നെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറിലേക്കായാലും BSFന്റെ റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫിസിക്കൽ ടെസ്റ്റ് ഒരുപാട് പേര് നമ്മൾ പാസ്സായിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ അതിൽ നമ്മൾ കണ്ടിരുന്ന കുറച്ച് കമന്റ്സ് ആണ്. നമ്മൾ അഗ്നിവീറിന്റെ ക്ലാസ് ഇട്ടപ്പോഴാണെങ്കിലും കുറച്ച് കമന്റ്സ് കണ്ടിരുന്നു. ഇതിനും കൂടിയുള്ള ഡീറ്റെയിൽഡ് സിലബസും അതുപോലെ എന്തൊക്കെയാണ് ഇതിന് പഠിക്കാനുള്ളതെന്നും ഇതിന്റെ ക്ലാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമെന്നും നമുക്ക് കുറച്ച് കമന്റ് കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BSFന്റെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയലും അതുപോലെ തന്നെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറിലും എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമുക്ക് വീഡിയോയിൽ നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എക്സാം പാറ്റേൺ മനസ്സിലാക്കുക. ഓക്കെ, എക്സാം പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം നമ്മുടെ എക്സാമിന്റെ സിലബസ് ഒന്നും അറിയില്ല. അല്ലാതെ നമ്മൾ നേരെ എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു കറക്റ്റ് മെത്തേഡ് ആയിരിക്കില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് സിലബസ് എന്ന് നോക്കുക, എത്ര സബ്ജക്റ്റ് ആണ് ഈ എക്സാമിന് ഉള്ളതെന്ന് നോക്കുക, ആ സബ്ജക്റ്റിന്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് ആ ഒരു പ്രിപ്പറേഷൻ അതേ രീതിയിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. സോ ഇവിടെ നമുക്ക് 5 സെക്ഷൻ ആയിട്ടാണ് വരുന്നത്, അതായത് 5 സബ്ജക്റ്റ് ആണുള്ളത്. ഒന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് ഓർ ഹിന്ദി, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി. അതല്ലാതെ അടുത്ത സബ്ജക്റ്റ് എന്ന് പറയുന്ന റീസണിങ് ഉണ്ട്, മാത്സ് ഉണ്ട്, പിന്നീട് വരുന്നത് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്. ഇങ്ങനെ 5 സബ്ജക്ട്സ് ആണ് നമുക്ക് ഇതിൽ മെയിൻലി പഠിക്കാനുള്ളത്. ഇതിന്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 100ലാണ്. ഔട്ട് ഓഫ് 100ലാണ് നമുക്ക് എക്സാം നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമുക്ക് ഇതിന് എത്ര ടൈം ഡ്യൂറേഷൻ ആണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 hour 40 minutes ആണ്. ഓക്കെ, 1 hour 40 minutes ആണ് നമുക്ക് എന്താ BSFന്റെ ഈ പോസ്റ്റിലേക്കുള്ള ടൈം ഡ്യൂറേഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ മാക്സിമം ടൈമിനുള്ളിൽ തന്നെ എക്സാം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് ഇതിന് സ്കിൽ ടെസ്റ്റ് ഉള്ളെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ അതായത് HCM പോസ്റ്റിലേക്ക് നമുക്ക് എന്തുണ്ട്, ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് HCMനും ഉണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് നമുക്ക് എന്തുണ്ട്, സ്റ്റെനോയുടെ ടൈപ്പിംഗ് ടെസ്റ്റ് ഉള്ള കാര്യം മനസ്സിലാക്കുക. സോ ഈ 2 ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റും നമുക്ക് ഉണ്ട് എന്നുള്ള ഈ എക്സാമിന് ഇതാണ് സ്കിൽ ടെസ്റ്റ് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്വാളിഫൈഡ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എക്സാം മാത്രം എഴുതിയിട്ടും കാര്യമില്ല, ഈ സ്കിൽ ടെസ്റ്റും നമ്മൾ എന്ത് ചെയ്യണം, ക്വാളിഫൈ ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സബ്ജക്റ്റ് വൈസ് സിലബസ് ആണ്. ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെയാണ് നമുക്ക് സബ് ടോപ്പിക്സ് ആയിട്ട് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇംഗ്ലീഷിന്റെയും ഹിന്ദിയുടെയും ലാംഗ്വേജിന്റെ കേസിൽ എടുക്കുവാണെങ്കിൽ 20 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ലാംഗ്വേജിന്റെ കേസിൽ 20 മാർക്സിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്തൊക്കെയാണ് അതിന് അണ്ടറിൽ വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ബേസിക് ഗ്രാമർ, അതായത് ടെൻസസ്, ആർട്ടിക്കിൾസ്, അതുപോലത്തെ ബേസിക് ഗ്രാമർ എന്ത് ചെയ്യും, നമ്മളോട് ചോദിക്കും. ഓക്കെ, രണ്ടാമത് വൊക്കാബുലറി, അതൊക്കെ എന്താണ്, സിനോണിംസ്, ആന്റോണിംസ്, അതായത് സെയിം മീനിങ്സ്, ഓപ്പോസിറ്റ് മീനിങ്സ് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോകുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നീട് വരുന്നത് സെന്റൻസ് കംപ്ലീഷൻ ആണ്. ഓക്കെ, ഒരു സെന്റൻസ് എന്നിട്ട് ബാക്കി നമ്മൾ ഫില്ല് ചെയ്യണം. പിന്നീട് എന്താണ്, കോംപ്രിഹെൻഷൻ പാസേജ് ഉണ്ട്, അതുപോലെ തന്നെ ഇറർ കറക്ഷൻ ഉണ്ട്, പിന്നെ എന്താണ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇതൊക്കെയാണ് എന്താ ഇംഗ്ലീഷിന്റെയും ഹിന്ദിയുടെയും അണ്ടറിൽ വരുന്നതെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. സോ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് നമ്മൾ ജനറൽ ഇന്റലിജൻസ് നോക്കുവാണെങ്കിൽ അതിന് എത്ര മാർക്കിനാണ്, 20 മാർക്സിന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ അതിൽ വരുവാണെങ്കിൽ അനലോഗീസ് വരും, സീരീസ് വരും, കോഡിംഗ് ഡീകോഡിംഗ് വരും, ബ്ലഡ് റിലേഷൻ ഉണ്ട്, ഡയറക്ഷൻ സെൻസ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്, വെൻ ഡയഗ്രാം ഉണ്ട്, വിഷ്വൽ മെമ്മറി ഉണ്ട്. അങ്ങനെ നമ്മുടെ റീസണിങ്ങിന്റെ അണ്ടറിൽ വരുന്ന ബേസിക് കാര്യങ്ങൾ എവിടെയും ഉണ്ട്. ഈ എക്സാമിനുള്ള കാര്യം ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മളെ മാത്സിന്റെ കേസ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡിന്റെ കേസ് നോക്കുവാണെങ്കിലും അതും 20 മാർക്സിന് തന്നെയാണ് ക്വസ്റ്റ്യൻസ്. എന്തൊക്കെയാണ് ടോപ്പിക് എന്ന് നോക്കുവാണെങ്കിൽ സിംപ്ലിഫിക്കേഷൻ, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻസ്, പെർസെൻറ്റേജ്, ആവറേജ്, ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ. ഓക്കെ, അങ്ങനത്തെ നമ്മുടെ മാത്സിന്റെയും ബേസിക് ടോപ്പിക്സ് തന്നെയാണ് എന്താ ഇതിന്റെ അണ്ടറിലും വരുന്നതെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. സോ മാത്സ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ബേസിക് കാര്യങ്ങളാണ്. മാക്സിമം എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോഴേ നിങ്ങൾ ശ്രമിച്ചു തുടങ്ങുക. ഓക്കെ,
നോക്കുവാണെങ്കിൽ 20 മാർക്സിന് തന്നെയാണ് എന്താ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് വരുന്നത്. സോ അതിൽ എന്തൊക്കെയാണ് വരുന്നത്? ആൽഫബറ്റിക്കൽ ഫില്ലിംഗ്, ഡേറ്റ ചെക്കിംഗ്, സ്പെല്ലിംഗ് കറക്ഷൻ, അതുപോലെ തന്നെ മാച്ചിങ് ആൻഡ് കമ്പാരിസൺ, അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്, നെക്സ്റ്റ് എന്താണ് ഇറർ സ്പോട്ടിംഗ്. ഓക്കെ, ഇതുപോലത്തെ കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത്. ഇതും 20 മാർക്സിന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് പോകുന്നത് എന്നുള്ള കാര്യം ക്ലിയർ ആക്കുക. ഓക്കെ, നമ്മൾ അത് പറഞ്ഞിരുന്നു കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. സോ എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിൽ പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ ബേസിക് കമ്പ്യൂട്ടർ നോളജ് ആണ് നമുക്ക് ഇതിന് വേണ്ടത്. ഇതും വരുന്നത് 20 മാർക്സിൽ തന്നെയാണ്. സോ എന്തൊക്കെയാണ്? കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം, പിന്നെ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ഹിസ്റ്ററി നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ MS ഓഫീസിലെ വേർഡും എക്സലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം ഓർക്കുക. പിന്നീട് എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസിക്സ്. ഓക്കെ, സിസ്റ്റം ബേസിക്സ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്റർനെറ്റ് ആൻഡ് ഇമെയിൽസ്, അതുപോലെ തന്നെ ഷോർട്ട് കട്ട്സ് ആൻഡ് ഫയൽ ഓപ്പറേഷൻസ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്തിലാണ് അറിഞ്ഞിരിക്കുന്നത്? കമ്പ്യൂട്ടർ നോളജിൽ അറിഞ്ഞിരിക്കേണ്ടത്. അതായത് ബേസിക് ആയിട്ട് നമുക്കൊരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. കാരണം നമുക്കറിയാം ഇതൊന്നില്ലെങ്കിൽ ക്ലറിക്കൽ ആയിട്ട് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്താണ് സ്റ്റെനോഗ്രാഫിയിലേക്ക്, ടൈപ്പിംഗ് സ്റ്റെനോഗ്രാഫി ഒക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കമ്പ്യൂട്ടറിന്റെ ബേസിക് നോളജ് അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, പിന്നീട് നമ്മൾ പറഞ്ഞ സ്കിൽ ടെസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു 2 പോസ്റ്റിലേക്കാണ് BSF വിളിച്ചിരിക്കുന്നത്. ഒന്ന് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിയിലേക്കും അതുപോലെ തന്നെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറിന്റെ സ്റ്റെനോ പോസ്റ്റിലേക്കുമാണ് വിളിച്ചിരിക്കുന്നത്. സോ 2 പോസ്റ്റിലും സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഹെഡ് കോൺസ്റ്റബിളിലേക്കാണ് വിളിക്കുന്നതെങ്കിൽ അതിൽ ടൈപ്പിംഗ് സ്പീഡാണ് നോക്കുന്നത്. അതേസമയം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറിലേക്കാണ് വിളിക്കുന്നതെങ്കിൽ അതിലെ സ്റ്റെനോയുടെ സ്പീഡാണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ടൈപ്പിംഗ് സ്പീഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ 35 വേർഡ്സ് പെർ മിനിറ്റ് ആണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഹിന്ദിയുടെ കേസിലാണെങ്കിൽ 30 വേർഡ്സ് പെർ മിനിറ്റ് ആണ്. ഓക്കെ, ഇവർ തരുന്ന ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 10 മിനിറ്റ്സ് ആണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഓക്കെ, 10 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇംഗ്ലീഷിന്റെ 35 വേർഡ് പെർ മിനിറ്റും അതുപോലെ തന്നെ ഹിന്ദിയുടെ 30 വേർഡ് പെർ മിനിറ്റും നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതിൽ നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം. നമ്മൾ വച്ചിരിക്കുന്നത് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിയിലേക്കാണെങ്കിൽ ഈ കാര്യം നിങ്ങൾ ക്ലിയർ ആക്കുക. അതേസമയം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറിന്റെ സ്റ്റെനോഗ്രാഫറിലെ പോസ്റ്റിലേക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് നോക്കേണ്ടത്? സ്റ്റെനോയുടെ സ്പീഡ് എന്ന് പറയുന്നത് 80 വേർഡ് പെർ മിനിറ്റ് ആണ്. ഓക്കെ, 80 വേർഡ് പെർ മിനിറ്റ് ആണ്. ട്രാൻസ്ക്രിപ്ഷൻ ടൈമും ഉണ്ട്. അതായത് ഇംഗ്ലീഷ് 50 മിനിറ്റ്സിലേക്കും അതുപോലെ തന്നെ ഹിന്ദി 65 മിനിറ്റ്സ് ആണെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് വയ്ക്കുക. സോ എക്സാം എല്ലാം പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലെ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റിലേക്ക് പോകുമ്പോൾ അതിൽ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വിഷമം ഉണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കൊണ്ടേയിരിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഓക്കെ, ഇനി നമുക്കിതിൽ ഏതൊക്കെ ബുക്കാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് വരും. സോ ആ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ നമ്മൾ സബ്ജക്ട് വൈസ് നോക്കുവാണെങ്കിൽ റീസണിങ്ങിന് RS അഗർവാളിൻ്റെയും കിരൺ റീസണിങ് ഒക്കെയാണ് ഏറ്റവും നല്ല ബുക്സ് ആയിട്ട് നമ്മൾ റെഫർ ചെയ്തപ്പോൾ മനസ്സിലായത്. അതുപോലെ തന്നെ മാത്സിന്റെ കേസിലാണെങ്കിൽ RS അഗർവാൾ ഉണ്ട്, ഫാസ്റ്റ് ട്രാക്ക് ഒബ്ജക്റ്റീവ് അരിത്തമെറ്റിക്സ് ഉള്ള കാര്യം മനസ്സിലാക്കുക. അതേപോലെ ഇംഗ്ലീഷിനാണെങ്കിൽ റെൻ ആൻഡ് മാർട്ടിൻ, അരിഹന്ത് ഒബ്ജക്റ്റീവ് ഇംഗ്ലീഷ് ഒക്കെയാണ് ഉള്ളത്. ഇനി അതുപോലെ ഹിന്ദിയുടെ കേസിലാണെങ്കിൽ ലൂസൻ ഹിന്ദി ഗ്രാമർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ജനറൽ അവയർനെസിന്റെ കേസിലാണെങ്കിലും നമുക്ക് എന്താണ് ലൂസന്റ്. പിന്നെ നമ്മൾ എന്ത് നോക്കുക? കറണ്ട് അഫയേഴ്സിന്റെ PDF അപ്ഡേറ്റ് ആയിട്ട് പോകുന്ന കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ PDF എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾ പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇനി കമ്പ്യൂട്ടറിന്റെ കേസ് നോക്കാനാണെങ്കിൽ അരിഹന്തിന്റെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്. പിന്നെ എന്ത് ചെയ്യുക? MCQs പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ വരുന്നത്. അതേപോലെ തന്നെ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡിലും എന്ത് ചെയ്യുക? BSFന്റെ സ്പെസിഫിക് ബുക്കിലെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ മുന്നിലുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സബ്ജക്ട് വൈസ് സ്ട്രാറ്റജിയാണ്. എങ്ങനെയാണ് ഇത് നമുക്ക് കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നോക്കുന്നത്. സോ ഇംഗ്ലീഷിന്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഗ്രാമറിന്റെ റൂൾസ് ഒക്കെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഗ്രാമർ റൂൾസ് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? കോംപ്രഹെൻഷനും എറർ ഡിറ്റക്ഷനും ഒക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് നമ്മളൊരു 10 to 15 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? ഈ ഒരു കാര്യത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതേപോലെ ന്യൂമറിക്കൽസിന്റെ കാര്യത്തിലാണെങ്കിൽ എന്ത് ചെയ്യുക? കാൽക്കുലേഷൻ, ക്വിക്ക് കാൽക്കുലേഷൻ ട്രിക്സ്. അതായത് ഇപ്പോൾ എന്താ നമ്മൾ 46 × 5 എന്ന് പറയുമ്പോൾ എന്താണ്? 46ന്റെ ഹാഫ് 2 3 എടുത്തിട്ട് ഒരു 0 ഇടുക, 230. അപ്പോൾ അല്ലാതെ 46 × 5 എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കാതെ ഇങ്ങനത്തെ സിമ്പിൾ കാൽക്കുലേഷൻ മെത്തേഡ്സ് എന്ത് ചെയ്യുക? മാത്സിന്റെ കേസിൽ യൂസ് ചെയ്യുക. അതാണ് ഇവർ പറയുന്നത്. എന്താ? നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ട്രിക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കുക. പിന്നെ എന്ത് ചെയ്യുക? ടൈം മാനേജ്മെന്റ്. മാത്സിന്റെ കേസിലാണ്
കേസിലാണെങ്കിലും എന്ത് ചെയ്യുക, ടൈം മാനേജ്മെന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതിൽ ഫോക്കസ് ചെയ്തിരിക്കരുത്. കാരണം നിങ്ങൾക്ക് പിന്നീട് ചെയ്യാൻ ഇഷ്ടംമാതിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യുക, ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. സോ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അറിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക. എന്നിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നീട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സോ ടൈം മാനേജ്മെന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ ടൈം ആൻഡ് വർക്ക്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് പോലത്തെ ടോപ്പിക്സിൽ കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കുക. ഓക്കെ, ആ ഒരു കാര്യവും ക്ലിയർ ആയിട്ട് വെക്കുക. റീസണിങ്ങിന്റെ കേസിലാണെങ്കിൽ കോഡിംഗ്, ഡീകോഡിംഗ്, അനലോഗി, സീരീസ്, ഡയറക്ഷൻ സെൻസ്, പസിൽസ് സോൾവ് ചെയ്യുന്നതൊക്കെ ആണെങ്കിലും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കറിയാം റീസണിങ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയിട്ട് നമ്മൾ ഇഷ്ടമാതിരി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാകൂ. അല്ലാതെ നമ്മൾ ചെന്നിട്ട് അവിടെ റീസണിങ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് ഓട്ടോമാറ്റിക്കലി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് കുറച്ച് ടൈം എടുക്കും. കിട്ടാതിരിക്കില്ല, ബട്ട് നല്ല രീതിയിൽ ടൈം എടുക്കും. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ഒരു മെത്തേഡാണ് അവിടെ നമ്മൾ റീസണിങ്ങിന്റെ കാര്യത്തിൽ ഫോളോ ചെയ്യേണ്ടത്. ഇനി ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡിന്റെ കേസിലാണെങ്കിൽ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. എന്താ, മാച്ചിങ്, ആൽഫബറ്റിക്കൽ ഓർഡർ, അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. കൂടാതെ നമ്മൾ എന്ത് ചെയ്യുക, BSFന്റെ സ്പെസിഫിക് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, BSFന്റെ സൈറ്റിലൊക്കെ അല്ലെങ്കിൽ നമുക്ക് അതുപോലത്തെ ഓരോ സൈറ്റിലും BSFന്റെ മോക്ക് ടെസ്റ്റ് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുക, MS ഓഫീസിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. അതുപോലെ തന്നെ ഷോർട്ട് കട്ട്സും ഇമെയിൽസ് ഒക്കെ എന്ത് ചെയ്യുക, ഹാൻഡിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ സബ്ജക്ട് വൈസിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കണം. പിന്നെ നമ്മൾ പറഞ്ഞതാണ് സ്കിൽ ടെസ്റ്റിന്റെ പ്രിപ്പറേഷനെ കുറിച്ച്. അതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഡെയിലി നമ്മൾ ടൈപ്പിംഗ് പ്രാക്ടീസ് ചെയ്യുക. അതായത് റേറ്റ ടൈപ്പ് പോലത്തെ അല്ലെങ്കിൽ typing.com എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സൈറ്റ് ഉണ്ട്. സോ ഈ സൈറ്റിൽ ചെന്ന് നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ തലയൊക്കെ ഭയങ്കര പ്രഷറായിട്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ ടൈപ്പിംഗ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള കാര്യം കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ അവിടെ ചെന്നിട്ട് നമുക്കിത് കിട്ടുമെന്ന് ഞാൻ ഡെയിലി കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളാണ്, സോ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ഓർത്തിരിക്കരുത്. മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് വന്നാലേ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മാക്സിമം നോക്കുക. ഇപ്പോൾ അവരൊരു 80 മിനിറ്റ്സ് പറയുകയാണെങ്കിൽ നമ്മളൊരു 70 മിനിറ്റ്സിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ 65 മിനിറ്റ്സ് ആണ് അവർ പറയുന്നതെങ്കിൽ ഒരു 50 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പിംഗ് പ്രാക്ടീസ് ചെയ്യുക. ലാസ്റ്റ് ആ ഒരു ബോർഡർ ലൈനിൽ വെച്ച് തീരുന്ന രീതിയിൽ നോക്കരുത്. ഒരു 2, 3 അല്ലെങ്കിൽ 5 മിനിറ്റ് മാക്സിമം മുന്നോട്ട് ടൈപ്പ് ചെയ്ത് തീർക്കാനുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ASIയുടെ കേസിലാണെങ്കിലും സ്റ്റെനോഗ്രഫി എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പ്രോപ്പർ ആയിട്ടുള്ളൊരു ടൈം ടേബിൾ യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഞാൻ ഓരോ ഇത്ര മണിക്ക് എണീക്കണം അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ചിലവർക്ക് രാവിലെ എണീറ്റ് പഠിക്കാനായിരിക്കും കുറച്ചും കൂടെ പറ്റുന്നത്, ചിലവർക്കാണെങ്കിൽ രാത്രി ഇരുന്ന് പഠിക്കാനായിരിക്കും പറ്റുന്നത്. സോ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ടൈം സ്ലോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി തന്നെ നോക്കുക. ഇപ്പോൾ 2.5 hours ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ 2 hours എങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സബ്ജക്റ്റിനെ എന്താ ചെയ്യുക, എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള കാര്യം നോക്കുക. 30 മിനിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പിംഗ് ആണെങ്കിലും സ്റ്റെനോ ആണെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ വീക്കെൻഡ്സിലാണെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് എടുക്കുക, അതിന് അനലൈസ് ചെയ്തിട്ട് അതിന് റിവിഷൻ നടക്കുക. അത്രയും ഒരു വീക്കിൽ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം ടേബിളൊക്കെ സെറ്റാക്കി തരും. സോ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത് വേണ്ട എന്നുള്ളെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിലെങ്കിലും നിങ്ങൾ മിനിമം പഠിക്കാൻ വേണ്ടി നോക്കുക. 2 hours എങ്കിലും ഒരു ദിവസം മിനിമം. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും എന്ത് ചെയ്യുക, സബ്ജക്ട് വൈസ് പഠിക്കുക. അതുപോലെ തന്നെ 30 മിനിറ്റ്സ് എങ്കിലും ടൈപ്പിംഗ് നോക്കുക. ഇനി വീക്കെൻഡ്സിലാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ദിവസം മോക്ക് ടെസ്റ്റ് എടുക്കുക, അതിന് അനലൈസ് ചെയ്തിട്ട് ആ ഫുൾ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് റിവിഷൻ ചെയ്യുക എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് 6ാമത്തെ കാര്യം എന്ത് തന്നെയാണ്, മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. മക്കളെ, മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാതെ ഒരു കാര്യവും ഇല്ല. കാരണം നമുക്ക് ഇതിന്റെ എക്സാം പാറ്റേൺ അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റ് തന്നെ പ്രാക്ടീസ് ചെയ്യണം. സോ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്തിട്ട് എന്താണ്, ഇപ്പോൾ ഒരു 4 ഓപ്ഷൻ നമുക്കുണ്ടാവും. ഈ 4 ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഇതിനെ കണക്ട് ചെയ്യുന്ന ഫാക്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോകുക. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ആ ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ മാത്രമായിട്ട് പഠിച്ചു പോകാതെ ആ 4 ഓപ്ഷൻ നിങ്ങൾ അനലൈസ് ചെയ്ത് ആ 4 ഓപ്ഷൻ
ക്വസ്റ്റിന് കണക്റ്റിംഗ് ഫാക്ട്സ് എടുത്ത് നിങ്ങൾ മാക്സിമം പഠിക്കാൻ നോക്കുക. അതുകൊണ്ടാണ് മോക്ക് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റിന്റെ ഓപ്ഷനിൽ വരുന്നത് വെച്ചായിരിക്കും അവർ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സോ മോക്ക് ടെസ്റ്റ് എന്തായാലും നിങ്ങൾ എടുത്തിരിക്കണം. ഓക്കെ, ഓക്കെ. അടുത്തത് എന്താണ്? റെഗുലർ ആയിട്ട് റിവിഷൻ നടത്തുക. നിങ്ങൾ ഒരു നോട്ട്ബുക്ക് എന്തായാലും നിങ്ങളുടെ കയ്യിൽ കെപ്റ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ പൊളിറ്റിക്ക് വേണ്ടി സെപ്പറേറ്റ് നോട്ട്സ് എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ മിനിമം ഒരു നോട്ട്ബുക്ക് അങ്ങനെ നിങ്ങൾ എടുക്കുക. നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് നിങ്ങളുടേതായ രീതിയിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോഡ്സ് ഉണ്ടാക്കുക. ഇപ്പോൾ സ്റ്റാറ്റിക് പോലത്തെ സബ്ജക്റ്റ് ആണെങ്കിലും എന്ത് ചെയ്യുക, കോഡ്സ് ഉണ്ടാക്കുക. ഇനി ഹിസ്റ്ററി ആണെങ്കിൽ അത് കഥ പോലെ നിങ്ങൾ പഠിച്ചു വെക്കുക. സോ നിങ്ങൾക്ക് വേണ്ടി ഇത് മാത്രം, അതായത് നിങ്ങളത് വേറൊരാളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾക്ക് എങ്ങനെയാണോ അത് ഓക്കെ ആയിരിക്കുന്ന ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം ക്ലിയർ ആയിട്ട് വയ്ക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ആ നോട്ട്സിൽ തന്നെ എന്ത് ചെയ്യാം, അത് സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കാൻ പറ്റും. സോ ഒരു നോട്ട് എന്തായാലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതെന്ത് ചെയ്യുക, വീക്ക്ലി അത് റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഡെയിലി അത് റിവിഷൻ നടത്തണം. ആ വീക്കിൽ ഫുള്ള് പഠിച്ച കാര്യങ്ങൾ ആ വീക്ക്ലി നിങ്ങൾ റിവിഷൻ നടത്തണം. റിവിഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഒരു ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ടും ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൈം ടേബിൾ വേണമെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ടൈം ടേബിളും സെറ്റാക്കി തരുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾ അങ്ങ് പഠിച്ചങ്ങ് കയറിയാൽ മതി. സോ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. താങ്ക് യു.